ഇടുവാ ഇതൊന്നെ ഹായ് നന്ദൂസ് വ്ളോഗിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നൊരു ട്രിപ്പ് പോണ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ നിന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഞാൻ ഫെയർലിലേക്ക് ഇട്ട് ഒരുങ്ങി നിന്നതാണ്. അപ്പം ഏട്ടനെ പറഞ്ഞ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഫൗണ്ടേഷനൊക്കെ ഇടുക ഏട്ടൻ പറഞ്ഞിട്ടല്ലേ ഇടാറുണ്ട്. അന്ന് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ മടിയായിട്ട് ഞാൻ ഫെയർലിലേക്ക് ഇട്ട് ഒരുങ്ങി നിന്നത്. അപ്പം ഏട്ടൻ പറഞ്ഞ് ഫൗണ്ടേഷനൊക്കെ ഇട്ടോന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ എന്നോട് ചോദിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് ഏട്ടെ. ഞാനാണെങ്കിലും മേക്കപ്പ് ചെയ്യേണ്ടതിനായിട്ട് അങ്ങനെ സംസാരിക്കില്ല ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ എന്താണ് ഏട്ടെ കളിയാക്കണേ. പിന്നെ മേക്കപ്പ് ചെയ്യാൻ സമയം വേണ്ടേ. പിന്നെ നമ്മളിതാ കുറച്ച് നേരം വേഗമുണ്ടെന്നാ തോന്നുന്നു. എനിക്ക് തോന്നുന്നു 10:30 ആയിട്ടുണ്ട് കേട്ടോ നമ്മള് അല്ലേ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മള് തലേദിവസം തൃശ്ശൂരൊക്കെ പോയി കറങ്ങി വന്ന് നേരം വൈകി കിടന്നത്. നമ്മൾ നേരം വൈകി എണിച്ച് പിന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് മെയിനായിട്ടുണ്ടായത്. നമ്മൾ രാവിലെയാണ് എണിച്ചിട്ടാണ് എല്ലാ ഡ്രസ്സും സാധനങ്ങളും എടുത്തു വെച്ചത്. ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാത്ത ട്രിപ്പിനൊക്കെ ഞങ്ങൾ തലേദിവസം പാക്ക് ചെയ്യാറുണ്ട്. അന്ന് വന്ന് എനിക്ക് തലവേദനയായിട്ട് അങ്ങനെ കിടന്നു. അപ്പോൾ പിന്നെ പാക്കിംഗ് ഒന്നും നടന്നില്ല. അപ്പോൾ പാക്ക് ചെയ്യണതിനൊക്കെ കുറച്ച് വൈകി. പിന്നെ ഏട്ടൻ കാറൊക്കെ എടുക്കുന്നുണ്ട്. എന്താണ് ഏട്ടാ അവിടെ നിന്ന് നോക്കി ചിരിച്ചു വരുന്നത്? അത് ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഷൂ വെച്ചോന്ന് ചോദിച്ചപ്പോ എന്റെ ഷൂ അവിടെ കാണാല്ലോ. അപ്പൊ ചോദിച്ചു എന്റെ ഷൂ എവിടെയും ചോദിച്ചു. അപ്പൊ ഏട്ടൻ പറഞ്ഞാണ് ഏട്ടൻ എടുത്തു വെച്ചു. നമ്മള് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. എന്തോ ഒരു ഭാഗ്യത്തിന് മഴ ഒന്നും ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. സാധാരണ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇറങ്ങുമ്പോ മഴ പെയ്യാറാണ് പരിപാടി. എന്നാലും ഇന്ന് എന്തോ മഴ ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു സമാധാനമുണ്ട്. പക്ഷെ അറിയില്ല കേട്ടോ ഇനി കുറച്ചു നേരം ആകുമ്പോഴേക്കും പെയ്യൊന്നും. ഇപ്പത്തെ കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല. കൊടുങ്ങല്ലൂർ മഴയുണ്ട്. അതായിരുന്നു അവസ്ഥ. പിന്നെ അതാ ചിലപ്പോ നമ്മളിത് പോയോണ്ടിരിക്കുമ്പോഴൊക്കെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിപ്പോ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടാ. 12 മണിയായി. ആകെ എന്തോ മൊത്തം ചെയ്യണതൊക്കെ ഇതായിട്ട് വരുന്നു. എന്തൊക്കെയാണ് ഇത് അല്ലേ. തലയൊക്കെ കുളിച്ചിട്ട് തലയൊക്കെ ഉണങ്ങാണ്ടിരിക്കട്ടാ. എനിക്കാണെങ്കിൽ ട്രിപ്പ് പോകുമ്പോ തല കുളിക്കുന്നതാണ്. അതുകൊണ്ട് മുടി ഉണങ്ങിയിട്ടില്ല. ആകെ വൃത്തികേടായിട്ട് ഇരിക്കണത്. അവിടെ പോയി ഞങ്ങള് കുളിക്കാറില്ല. അപ്പൊ പിന്നെ 2 ദിവസം തല കുളിക്കാണ്ടിരിക്കണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടാ തല കുളിച്ച് സെറ്റായി. ഇപ്പോഴും സമാധാനായിട്ട് പോണ വഴിക്ക് കാഴ്ച കാണാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഒരു 2:30 ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. നമ്മൾ KFC തന്നെ കയറിയിട്ടാണ്. നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് പിന്നെയും KFC തന്നെ കഴിക്കാറ്. വേറെ ഒന്നും അങ്ങനെ അധികം ബിരിയാണി ഒന്നും കഴിക്കാറില്ല അല്ലേ. എന്തോ അതിനോടൊന്നും താല്പര്യം തോന്നിയില്ല കഴിക്കാൻ. അപ്പോൾ ഏട്ടൻ എന്താ വാങ്ങി കൊടുന്നുട്ടാ. അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ഓർഡർ ചെയ്തു. വേറെ ഒന്നല്ല നമ്മൾ പോണോടത്ത് എങ്ങനത്തെ ഫുഡാണെന്നൊന്നും നമുക്ക് അറിയാത്ത കാരണം പിന്നെ ഞായറാഴ്ചയാണ് അധികം കടകളൊന്നും ഉണ്ടാവില്ല വെച്ചിട്ട് ഞങ്ങൾ അത്യാവശ്യം വയറ് നിറച്ചിട്ടാണ് പോണത്. അങ്ങനെ നമ്മളിതാ കോട്ടയം എത്താറായില്ലേ. കോട്ടയം എത്താറായി. കൊറേ മറ്റേ റബ്ബർ തോട്ടങ്ങളും പിന്നെ കൊറേ പൈനാപ്പിളും ഒക്കെ ഉണ്ട്. കോട്ടയത്താണല്ലേ ഇവിടെ കിടക്കേണ്ടത് പൈനാപ്പിൾ എന്തോരാണ് കണ്ടത്. ഇതേപോലെ കൊറേ സ്ഥലത്തായിട്ട് നമ്മൾ കാണുന്നു പൈനാപ്പിളിന്റെ. ഇത്രയും നാളിൽ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടാ. പൈനാപ്പിളിന്റെ ഭയങ്കരമായിട്ടുണ്ട്. പോണ വഴി നല്ല രസമുണ്ടല്ലോ കാണാൻ. നിറച്ച് മരങ്ങളും. മഴ കിട്ടിയിട്ടില്ല. നമ്മൾക്ക് മഴയില്ല കേട്ടോ ഭാഗ്യത്തിന്. പക്ഷെ കൊടുങ്ങല്ലൂരൊക്കെ നല്ല മഴയാന്നാണ് അമ്മ വിളിച്ച് പറഞ്ഞത്. അവിടെ മഴയുണ്ട്. ഇവിടെ ഒന്നും മഴയില്ല. ക്ലൈമറ്റ് മഴ പോയി വന്നൊരു ക്ലൈമറ്റ്. ഒരു ഇഷ്ടം കൂടിയൊരു ക്ലൈമറ്റ് ഉണ്ടെങ്കിലും മഴയായിട്ട് പെയ്യണില്ല. ഈ പറമ്പിക്കും പെയ്യോ ചാറി ഇടങ്ങിട്ട പറമ്പിക്കും. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നോക്കിയാ പറയും ചാറി ഇടങ്ങി. ഒന്നും പറയണ്ട. ഇപ്പൊ തന്നെ സമയം 4:15 അതിന്റെ അവിടെ പോയിട്ട് നമ്മി പറഞ്ഞാലും റൂം ബുക്ക് ചെയ്തിട്ടില്ല. ഈ പ്രാവശ്യം നമ്മള് റൂം ബുക്ക് ചെയ്യാനാണ് പോണ. എല്ലാ പ്രാവശ്യം നമ്മള് റൂം ബുക്ക് ചെയ്തിട്ടൊക്കെ പോവാറ്. പോണ സ്ഥലത്തിനും പറഞ്ഞിട്ടില്ലല്ലേ. വാഗമണ്. വാഗമണാണ് ഇപ്പൊ പോണത്.
അത് കഴിഞ്ഞാൽ അത് എവിടേക്ക് പോകുന്ന തിരിയുന്ന അറിയില്ല. ഇല്ല. റൂം എന്തായാലും വാഗമണിൽ തന്നെ ആയിരിക്കും. റൂം നമ്മള് അല്ലെങ്കിൽ നമ്മള് ബുക്ക് ചെയ്തിട്ടാ പോവാറ്. ഈ വർഷം റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് തപ്പി പിടിക്കണം. പിന്നെ സീസൺ അല്ലാത്തോണ്ട് കിട്ടിയായിരിക്കും എന്ന് വിചാരിക്കാം. രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും വൈകിട്ടാ ഇരുന്ന് മടുത്ത്. എനിക്ക് ലൈസ് വാങ്ങി തരാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരാള് വാങ്ങി തന്നില്ല. ബിങ്കോന്റെ അച്ചാർ ഫ്ലേവർ ഉണ്ട്. ഞാൻ കഴിക്കും, എനിക്കിഷ്ടാ. എനിക്കത് വാങ്ങി തരാൻ പറഞ്ഞിട്ട് വാങ്ങി തരുന്നില്ല. എന്റെ ഇഷ്ടല്ല, എനിക്കിഷ്ടം. എനിക്ക് വാങ്ങി തരുമോ? ഞാൻ തപ്പിട്ട് കിട്ടാത്തോണ്ടാണ്. എന്നാലും വാങ്ങി തരും. വാങ്ങി തന്നില്ലെങ്കിൽ എന്തെങ്കിലും സമാധാനം കൊടുക്കില്ല. കോട്ടയം കഴിയുമ്പോഴേക്ക് വാങ്ങി തന്നോ? കോട്ടയത്ത് നമുക്ക് അറിയണ്ടല്ലോ, നമ്മള് വീഡിയോസ് കോട്ടയംകാർ എത്ര പേര് കാണുന്നുണ്ട്. നമ്മുടെ സ്ഥലത്താണല്ലോ. ഈ വീഡിയോ കാണുന്നവരൊക്കെ താഴത്ത് കമന്റ് ഇട്ടാ. കോട്ടയത്തുള്ളവര് നമുക്കറിയാലോ കോട്ടയത്ത് എത്ര പേര് ഏട്ടെന്താ എത്താത്ത? ഇനിയുണ്ട് 55 മിനിറ്റ് തിന്നാൻ എന്തെങ്കിലും വാങ്ങിട്ടാ. അപ്പൊ ഇതിക്ക് ബോറടിക്കൂല. ഞങ്ങൾ സാധാരണ എന്തെങ്കിലുമൊക്കെ വണ്ടിയിൽ നിന്ന് കഴിച്ചിട്ട് പോകും. അപ്പൊ സമയം പോണെന്ന് അറിയില്ല. ഇപ്പൊ ഇതൊന്നും വാങ്ങി വെച്ചില്ല. വീട്ടിൽ നിന്നൊന്നും എടുക്കാനും മറന്നു. വീട്ടിൽ നിന്ന് കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എടുക്കാൻ മറന്നു. മിഠായി മാത്രമേ ഉള്ളൂ. പോകുമ്പോ മേടിക്കാം. അതാണ് പ്രശ്നം. ഞായറാഴ്ചയുടെ കടകളൊന്നുമില്ല. അല്ല അത് പിന്നെ കോട്ടയത്തേക്ക് ഞങ്ങൾ ഉള്ളുവഴിക്ക് വന്നാണെന്ന് തോന്നുന്നു കടകൾ കുറവുണ്ടായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ അടച്ചിട്ട് കാണാം. ഞായറാഴ്ച അല്ലേ, എല്ലാവർക്കും വേണ്ട റെസ്റ്റ് ഒക്കെ. നമ്മള് വാഗമണ് എത്തിയിട്ടാ അല്ലേ? നോക്കി അവിടെ എന്ത് കോടയാ, നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. ചിന്താവിൽ അടിപൊളി അല്ലേ? വൈകിയപ്പുറല്ലേ, വീതില്ല. എന്തേ എങ്കടാ എവിടെയാണ്? വാഗമണ്ണെത്തി. പിന്നെ നമ്മുടെ റൂം കണ്ടുപിടിക്കണം. കേട്ടാ. അതിനു വേണ്ടി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റൂം കിട്ടാതിരിക്കില്ല. വെള്ളച്ചാട്ടങ്ങൾ വരെ നോക്കിയാട്ടേന്ന് എടുക്കാൻ പറ്റുമോ? കാണൂല്ല. അത് സൂം ചെയ്താ കിട്ടുമല്ലോ. അങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം. അടിപൊളി. വേറെ പ്രത്യേകത ഉണ്ടെന്ന് അറിയോ? ഫുള്ള് കോട വന്നിട്ട് എന്റെ ഇടയിൽ വേണ്ട വരുന്നത്. പ്രത്യേക ഒരു ഭംഗി അല്ലേ? ആ സ്ഥലം കണ്ട? ആ സ്ഥലമാണ് നമ്മളുടെ ഭരതൻ സിനിമയിലുള്ളത് കേട്ടാ. ഫഹദ് ഫാസിലൊക്കെ ഒന്ന് സംസാരിക്കുന്ന സ്ഥലം അത്. അവിടെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഫേമസ് ആയ സംഭവം. ഞാൻ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല കേട്ടാ. അടിപൊളിയോ, എന്താ രസം. ഭയങ്കര കോട. വീഡിയോയില് ശരിക്കും മനസ്സിലാവണില്ല, അത്രക്ക് കോട ഉണ്ട്. കോട ഉണ്ടാ കോട ഉള്ളിപ്പെട്ടെന്ന് പറയൂലേ, അതേപോലെ കോട. പുറത്തേക്കൊന്ന് കാണിച്ചു നോക്കി. നല്ല തണുപ്പുണ്ട്, മനസ്സിലാവണില്ല അങ്ങനൊന്നും. കുഞ്ഞിനാണെങ്കിൽ എനിക്കൊന്നും എടുത്തു വേണ്ട, എനിക്ക് ധൈര്യമില്ല. എന്റെ ചെവിയൊക്കെ അടഞ്ഞുട്ടാ. നല്ല തണവ്, നല്ല സുഖം, അടിപൊളി. അപ്പം ഞങ്ങൾ ഇവിടേക്ക് പോയി നോക്കണം, റൂമുണ്ടോയെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് പോയിട്ട് റൂമുണ്ടെങ്കിൽ ഇവിടെ കയറും, നോക്കട്ടെ എങ്ങനെയാണെന്ന് കാര്യങ്ങൾ ഇവിടുത്തെ. അങ്ങനെ റൂമുകളൊന്നും ഇതുവരെ ഇപ്പൊ കിട്ടിയിട്ടില്ല കേട്ടാ.
ഇതോടുകൂടി എന്ത് മനസ്സിലായി റൂം ബുക്ക് ചെയ്തിട്ട് വരണത്. ഞാൻ ഈ ഏട്ടനോട് പറഞ്ഞ ഏട്ടാ റൂം ബുക്ക് ചെയ്യാതെ ഏട്ടൻ പറഞ്ഞേ മഴക്കാലല്ലേ ആരുണ്ടായിരുന്നു നമുക്ക് കിട്ടുന്നത് ഒരിക്കലടുത്തൊക്കെ റൂമില്ലാതാണ് പറയുന്നത്. പിന്നെ ഇടയിലും സ്ഥലത്ത് പോയി പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഇപ്പഴാണെങ്കിലോ ഒടുക്കത്തെ മഴയില്ല എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത മഴയും. ഞങ്ങള് തിരിച്ചാൽ ഇതാണ് അവസ്ഥ. മഴ ഇപ്പൊ ഒരു ലൊക്കേഷൻ വെച്ച് പോവുണ്ട്. ഇനി എന്താവെന്ന് അറിയില്ല, അവിടെ കിട്ടുമെന്ന് അറിയില്ല. മച്ചി കാറ്റുണ്ട് കേട്ടാ, അതാണ് പ്രശ്നം. എന്തൊക്കെയോ രൂപത്തിന് പോകുന്നു. എന്റെ അമ്മ എന്ത് കാറ്റാ. കുഞ്ഞ് മഴ തണക്കണ്. ഇത് തലയിലൊക്കെ ഫുള്ള് വെള്ളം. എന്തേ നനഞ്ഞ് ഒരു രക്ഷയില്ലാട്ടാ, ഭയങ്കര മഴ. ഇതാ റൂം കേട്ടാ. ഇതന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യം. പക്ഷെ നല്ല റൂമാണ്ടാ, അടിപൊളിയാണ്. പ്രധാനമായിട്ട് ഇനി ട്രിപ്പ് പോകുമ്പോ ബുക്ക് ചെയ്തിട്ട് വരാ. അതെ അതെ, ഫുള്ള് തന്നെ. അയ്യോ, ഇനി അവര് ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതോടെ എത്തിക്കും. പിന്നെ മേളിലും ഒരു 3 ബെഡ് ഉണ്ട്. അതിന് വീയൊക്കെ നാളെ കാണാം. ഫുള്ള് ഇരുട്ടാണ്. യെസ്. അങ്ങനെ രാവിലെ എണിച്ചിട്ട് എന്തൊരു തണവും എന്ത് ഭംഗിയായിരുന്നല്ലോ അവിടെ കാണാട്ടാ. സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞിട്ടില്ല ഡാഡിക്ക് തണവ് അത്രയും തണവായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഏട്ടനോട് ഇറക്കി. ഏട്ടനോട് ഞാൻ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ട് വായോന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയില്ല. നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിരുന്നു അല്ലേ. നമുക്ക് കാണാനും ഒക്കെ എന്തൊരു ഭംഗിയായിരുന്നു. അവിടെ ഉള്ള വ്യൂ ഒന്നും ശരിക്കും കാണാനില്ല, കോട വന്ന് മറിഞ്ഞിട്ടാ. പിന്നെ അതായത് നമ്മുടെ ഫുഡൊക്കെ വന്നിട്ട് അപ്പം ഞാൻ എന്തൊക്കെയാണ് ഫുഡ് എന്നൊക്കെ നോക്കുകയാണ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ഫുഡും. തണുത്തിട്ട് മറ്റേ പുറത്തിറാണ്ട് നിൽക്കണ്ട, എത്ര ഷോർട്സ് ഒക്കെ ഇട്ട്. ഓ, ഉള്ളിക്ക് അത്ര അറിയണില്ല അല്ലെ, ഉള്ളിക്ക് അത്രക്ക് അറിയണില്ല. പക്ഷെ പുറത്ത് ഭയങ്കര കൂടമഞ്ഞ. ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, ഭയങ്കര കാറ്റും രക്ഷയുടെ കാറ്റ്. ഇനി ഇറങ്ങിയാലേ നമുക്ക് കാര്യമുള്ളൂ. ഇറങ്ങി കാരണം 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണമല്ലോ. ഫുഡൊക്കെ അടിച്ച് പുറത്തേക്ക് പോണം. തണുപ്പ് വെച്ചാല് കാണാം. അങ്ങനെ ഞങ്ങൾ 10:30 ആയപ്പോൾ ഞങ്ങൾ ഒരുങ്ങാണ് കേട്ടോ ഇറങ്ങാൻ. 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണമല്ലോ റൂം. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ തപ്പണുണ്ട്. പിന്നെ മുടിയൊക്കെ ആകെ ചടപിടിച്ചിരിക്കുകയാണ്. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് സെറൊന്നും കൊടുന്നില്ല. അപ്പം അതിൻ്റെ കുറേ തന്നെ നേരം പിടിച്ചു കേട്ടോ. സെറൊന്നും കൊണ്ടുവരാൻ തന്നെ മുടി ആകെ ഡ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഏട്ടനോട് അതുകൊണ്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏട്ടനെ എന്നോട് പറഞ്ഞു മുടി കെട്ടിയേക്കാൻ. എനിക്കാണെങ്കിലും മുടി കെട്ടിയേക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ കെട്ടി വെച്ചപ്പോൾ എനിക്കിഷ്ടമായില്ല. അപ്പം ഞാൻ പിന്നെ അയച്ചിട്ടാ. ഇറങ്ങാൻ രക്ഷയില്ല. എന്റെ അമ്മേ, ഫോഗ് മൂടുന്നിട്ടേ അല്ല കുഞ്ഞെ. ജാതുവോ ഇത് നോക്കിയേ. അടിപൊളിയല്ലേ, ഫോട്ടോ എടുക്കാം. സെറ്റ് ഭയങ്കര മുഴുവൻ കണ്ട ഇങ്ങനത്തെ ഒരു ട്രയാങ്കിളാണ് എല്ലാ വീടുകളും വന്നേക്കാണ്. ഇതേ മോഡല് നമ്മളെ ഇതുപോലെ തന്നെ സെയിം ആണ്. ഇതായിരുന്നു വ്യൂ. ഇന്നലെ രാത്രി കൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അത്യാവശ്യം അപ്പുറത്ത് നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്. കോട ഉള്ളതുകൊണ്ട് ഒന്നും കാണുന്നില്ല, ഒരു കാര്യം കാണുന്നില്ല. പിന്നെന്താ കൂടത്തെ കെട്ടിയെടുത്തോ. ഫോൺ എടുത്തന്റെ ചാർജർ എടുത്തന്റെ ഫോൺ എടുത്തില്ല. എന്റെ ഫോണല്ല എന്റെ കയ്യിലല്ലേ. സോറി ഏട്ടാ, ചാർജർ എടുത്താ എന്റെ ഫോൺ എടുത്താ എന്റെ ചാർജർ ഒന്നുമില്ലല്ലോ എടുക്കാ.
എവിടെ നിന്ന് ഇറങ്ങുമ്പോഴും എനിക്കൊരു സംശയമായിട്ട് എന്തെങ്കിലും ഉണ്ട് എടുക്കാന്ന്. അതാണ് പ്രശ്നം. എന്തോ മറന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് സൺക്രീം ഒക്കെ മറന്നു. പോവാ. ഓ തണക്ക് ഇതിട്ടാനൊരു സമാധാനം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ചത്തുപോയത്. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. ആ, 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 ആ. വാനിടം മംഗളമാലപിക്കേ ഓമനേ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈരമേഘം പൂവും കൊണ്ടേ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ. അപ്പൊ നമ്മള് റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വണ്ടിയിലൊക്കെ കയറിട്ടാ. അപ്പൊ നമ്മളെങ്ങനെ പോണേട്ടാ? നമ്മ ഇവിടെ തൊട്ട് ഫ്രണ്ടിലാണ് മറ്റേ തങ്കൽപ്പാറ എന്നുള്ള ഒരു പാറ ഉള്ളത്. ഇപ്പൊ ഈ സിറ്റുവേഷനില് കാണാൻ പറ്റുമെന്ന് അറിയില്ല. മൂടൽ മഞ്ഞ കാണിച്ചുതരാം. അത്രയും മൂടൽ മഞ്ഞ ഒന്നും കാണാനില്ല അല്ലേ? അതെ അതെ, ഭയങ്കര ഇതാട്ടാ. ഇത്രയും മൂടൽ മഞ്ഞില് ഞാന് ഒരു സ്ഥലത്ത് ട്രിപ്പ് പോയിട്ടില്ല, പോയിട്ടില്ല. ആദ്യമായിട്ടാണ്. എന്റെ അമ്മി നോക്കി കേറി ഒന്നും കാണില്ല. മൂടൽ മഞ്ഞിലാണ്, ഒന്നും കാണാനില്ല കേട്ടോ. ഒന്നും കാണില്ല. വണ്ടികൾ തന്നെ വരണത് ശരിക്കും അത്ര കാണൂല. അതെ അതെ, ശരിക്കും എ സി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നും വേണ്ട, ഒന്നും കാണില്ല. ഭയങ്കര ഇതാണ്. ഫ്രണ്ടിൽ എന്താന്ന് പോലും കാണില്ല. വഴി കാണില്ല, മഞ്ഞ്. അത് നോക്കി ടൈമില് 11:30 ടൈമിലാണ്ടാ. 11:30 ഉച്ചയായി. ഉച്ചക്ക് ഇതുവരെ ഞങ്ങൾ ഇവിടെ ആയിരുന്നു. ഉച്ച ടൈമിലത്തെ ഒരു ക്ലൈമറ്റ് ആണ് ഈ കാണുന്നത്. അത് വെയില് കൊണ്ട് ടൈമില് ഓപ്പോസിറ്റ് എന്താന്ന് പോലും നമുക്ക് കാണില്ല. തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ടാ അടയ്ക്കാത്ത. അവിടെ ആരോമാർക്ക് കൊടുത്തിട്ടുണ്ട്. ആരോമാർക്ക് വഴി തന്നെ നോക്കി പോകും. സൈഡിലേക്ക് പോകുമ്പോഴത്തേനും ഒരാഴ്ച തുടർച്ച മഴയായി. കാറ്റല്ലേ ഇവിടെ? ഇന്ന് കാലത്ത് മഴ ഉണ്ടായ? രാവിലെ മഴയാണ്. അതാണ് ഇങ്ങനെ നിക്കണല്ലേ? അങ്ങോട്ട് പോകണ്ട, ഞാൻ തൃശ്ശൂര്. ഇവിടെ ഭയങ്കര കോടയും കണ്ട കാറ്റാണ് പറയണത്. ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഞാനിവിടെ വന്നിട്ട് ഞാൻ വരാറുണ്ട്. ഇത്രയ്ക്ക് മുകളിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കുഞ്ഞിനധികം ഇല്ല, നമ്മ ആൾക്കാരുടെ സ്ഥലത്ത് മാത്രമേ പോവുള്ളൂ കേട്ടോ. സേഫ്റ്റി ആക്കി പോവുള്ളൂ. അതുകൊണ്ടാണ് ഷൂ ഒക്കെ ഇട്ടേക്കണം. മെയിനായിട്ട് ഷൂ കാര്യങ്ങളൊക്കെ ഇട്ട് വന്നേക്കണം. തങ്കൽപ്പാറ അത് ഇവിടെ ഒരു പാറയായിട്ട് കയറി ഇങ്ങനെ പോണം മോളിൽ. മോളിപ്പോ നമ്മുടെ ഈ പറഞ്ഞ ഈ ഭാഗം കൊണ്ടെല്ലാവരും കാണാൻ പറ്റും. അടിവാരവും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നല്ല ടോപ്പിലത്. പിന്നെ തിങ്കളാഴ്ച കൊണ്ട് കുറച്ച് തിരക്കുറവുണ്ട്. ഇന്നലെ കുഞ്ഞു കുഞ്ഞൊക്കെ നല്ല കാറ്റ്. ഓ അയ്യോ
അങ്ങോട്ട് കുറച്ച് പോകുമ്പോ 2 പാറൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ പറ്റിയത്. നല്ല രസം അവിടെ. കോട ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹമൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞള എന്തേ മുടി കെട്ടാൻ പറ്റുള്ളേ? മുടി മറ്റേ മഞ്ഞ തുള്ളിരിക്കണ പിന്നെ ഫുള്ള് മഞ്ഞ തുള്ളി. എന്റെ അമ്മേ ചേർക്കും നേരത്തുമീ വിറയ്ക്കുന്നു മാറും വേറെന്തിനോ ഭാഷിച്ചു തോരാത്തരി പൂമാരി മൂടത്തെ മഴത്തുള്ളികൾ പൊഴിച്ചിടുമീ നാടൻ വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ വന്ന നാൾ കാറ്റാലെ ഈറൻ മുടി ചേരും വേലാകവേ നീളുന്നൊരീ മൺപാതയിൽ തോളോട് തോൾ പോയില്ലയോ. അപ്പൊ നമ്മളിതാ എവിടെ ഇറങ്ങിയതാ? എവിടുന്നാ? തങ്കൽപ്പാറ അല്ലെ? തങ്കൽപ്പാറൊക്കെ ഇറങ്ങി. പക്ഷെ അടിപൊളി ക്ലൈമറ്റ് ആട്ടാ. കോടയും കാറ്റും ആ കൺപീലിയും ഏട്ടനെ താടിയും എന്റെ മുടിയും ഒക്കെ ഈ മഞ്ഞ് വീടിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ഷാദായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. സത്യം പറഞ്ഞ നല്ല തളവുണ്ട്, സഹിക്കാൻ പറ്റാത്ത തളവൊക്കെ ഉണ്ടല്ലോ ചില നേരത്ത്. പിന്നെ കാറ്റെന്ന് പറഞ്ഞാൽ നമ്മളടക്കം പറക്കുന്നുള്ള നിലക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അധികം കേറിയില്ല, പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്തിട്ടോ. എന്താ വെച്ചാൽ നമ്മളടക്കം കാലടക്കം ഇങ്ങനെ പോവുക, ഏതൊക്കെ ദിശയിലേക്ക് പോണ പോലെ തോന്നുന്നു. നമുക്ക് പിടുത്ത കിട്ടുന്നില്ല. നമ്മള് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. റിസ്കുകൾ എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ഏട്ടനും ഇഷ്ടമല്ല. ഏട്ടന് ഇഷ്ടമാണ്, ഞാൻ സമ്മതിക്കൂല. അത് കാര്യം ഏട്ടൻ ചിലപ്പോ ഒറ്റയ്ക്കൊക്കെ ആയിരുന്നെങ്കിൽ ചെയ്തേനെ. എനിക്ക് പക്ഷെ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഞാൻ റിസ്കുകളൊന്നും എടുക്കാറില്ല. അതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങി. അവിടെ നിന്ന് ഞാൻ അടുത്ത സ്ഥലം അവിടെ റിസ്ക് ആണെങ്കിൽ വേഗം ഇറങ്ങി. പക്ഷെ അടിപൊളിയാണ്. ഈ സമയത്തൊക്കെ ഒന്ന് വരണം അല്ലേ? എല്ലാവരും ഭയങ്കര എന്നാ മഴയില്ല ഏട്ടാ. മഴയുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഇറങ്ങി കാണാൻ പറ്റൂല. പക്ഷെ മഴയില്ല, അതുകൊണ്ട് നല്ല സുഖം. പക്ഷെ ഇന്നലെ ഈ നേരത്തൊക്കെ നല്ല മഴയാന്ന് കണ്ട ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. ഇപ്പൊ ഡിസംബറിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു മൂടൽ മഞ്ഞല്ല, മഴ പെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ള ആ ഒരു മൂടൽ മഞ്ഞ്. അതൊരു ഭയങ്കര
ഇതുവരെ ഞങ്ങളിപ്പോ ഡിസംബറിലും ജനുവരിയിലൊക്കെ ഇപ്പൊ നമ്മൾ ഓരോ വയനാടും ഊട്ടിയോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. മൺസൂണായിട്ട് ട്രിപ്പ് ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ പോണ വഴികളിൽ ഞാൻ അടുത്ത സ്ഥലം കാണാം. അപ്പൊ അമ്മ മുട്ടക്കുന്ന് എത്തിട്ടാ. അടിപൊളിയാണ്, രക്ഷയില്ല. അത് കാണാത്ത ഒരു ക്ലൈമറ്റാണ് ഇപ്പൊ മുട്ടക്കുന്നി കാണാൻ പോണത്. അയ്യോ സൂപ്പർ പൊളി. ബോട്ടിംഗ് ഒക്കെ ക്ലോസ് ആണ്. അതിപ്പോ പോവില്ല. നമുക്ക് അയാൾക്കൊക്കെ പോയിരുന്നു. അത് കാറ്റൊന്നും ഉണ്ടായില്ലല്ലോ. കാറ്റ് ഉള്ളിക്ക് വെച്ച് ഞാൻ തൊപ്പി വെച്ച്. അതെ അതെ, കാഴ്ചകളെ കാണാം. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹമൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞള നീർത്തിശയ്യകൾ ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹമൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞള നീർത്തിശയ്യകൾ ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹമൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞള നീർത്തിശയ്യകൾ. അപ്പൊ ഇത് കഴിഞ്ഞ് അടുത്ത സ്ഥലമുണ്ട്, അടുത്ത പ്ലേസിലേക്ക് പോവാണ്. ഇനി പൈൻ ഫോറസ്റ്റിലേക്ക് പോവാ.
എനിക്ക് പോയതില് ഇഷ്ടപ്പെട്ട ട്രിപ്പ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിപ്പ്. നമ്മൾ ഓരോന്ന് അതിനോടാണ് ഇഷ്ടം കൂടുന്നത്. ശരിക്കും എന്താ ഓടാ. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. ആ, 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 ആ. വാനിടം മംഗളമാലപിക്കേ ഓമനേ. കുഞ്ചി അവിടെ അടച്ചിട്ടൊക്കെയാണ്. ഒരു രക്ഷ അവിടെ ഇവ കാറ്റ കാരനെ കൊറേ മരല്ലേ പൈനമരല്ലേ, അപ്പൊ അവര് അടച്ചിട്ടേക്കാണ്. തുറക്കൂലെന്ന് പറഞ്ഞു. അടുത്ത പ്ലേസിലേക്ക് പോവാം. ഷൂ എന്താ ചെയ്യാ. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. പൂവമ്പനമ്പല അപ്പൊ നമ്മ പാഞ്ചാലിമേട് എത്തിട്ടാ. പാഞ്ചാലിമേട് എത്തിയപ്പ കുഞ്ഞിത് വയ്യാണ്ടായിരുന്നു. കുഞ്ഞൊക്കെ വയ്യാണ്ടായത് ക്ഷീണിച്ചിരുന്നിട്ട് ക്ഷീണിച്ചത്. എനിക്ക് ചെറുതായിട്ട് തലറങ്ങി. ഒരു വീട്ടിൽ തല ഇറങ്ങി പറഞ്ഞ് കിടക്കുന്നു. മഴ മാറി ഇറങ്ങാം. മഴ മാറണ്ടേ. ഉറക്കം വന്നതാ, വേറെ ഒന്നല്ല. ഈ മാസിന്റെ വെയിലായിട്ട് ഏതാ ഉറങ്ങാനായിട്ടായിരിക്കും. അപ്പൊ മഴ പെയ്താണ്ടല്ലോ അപ്പൊ ഞാൻ കിട്ടുന്നതാക്കി തലറങ്ങി. അപ്പൊ ചെറിയ മഴ ഇപ്പൊ പോവും. വരലും പോവും ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഇപ്പൊ മഴ മാറിയില്ല. ഇപ്പൊ മഴ മാറി. അപ്പൊ പാഞ്ചാലിമേട് എന്നുള്ള സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് വാഗമണ്ണിൽ നിന്ന് ഒരു മണിക്കൂറില്ല, എന്നാലും ഏകദേശം വരും. ഹൈ റേഞ്ച് വരെ വരുമ്പോഴേക്കും എന്തായാലും കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് കാണാം. ഞാൻ അവിടെ വന്നിട്ടില്ല. ഓക്കെ ബാ. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ. മഴ പോയി, മഴ പോയി, മഴ പോയി. അയ്യോ അതെ, മുകളിൽ കയറി വരുമ്പോ ഇനിയിപ്പോഴൊന്നും അറിയില്ല. മഴ വരലും പോലൊക്കെ തന്നെയാണ്. അതെല്ലാം രസമുണ്ട് കേട്ടോ പ്ലേസ് ആണ്. വാവ്, എന്താ രസം. ഈ വഴിയും പോവാ, വഴിയും പോവാ. ആ അവരാ അതിലാണ് പോണത് കണ്ടോ. നമുക്ക് അതിലേ പോണോ. നടന്നോ. എന്നെ കൊണ്ടുപോണേ. ഈരമേഘം പൂവും കൊണ്ടേ
ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു കണ്ടിട്ടുണ്ടെങ്കിലേ ഒരു പ്രേതം അല്ലേ, അതേ ഒരു സെറ്റപ്പ്, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എന്താ പറയാ, ഈ ഒരു നിനക്കെന്നെ കാണാൻ പറ്റും ഇതിനൊരു കാലാവസ്ഥ, കുരിശും ഫുള്ള് മൂടലും മഞ്ഞും. നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവിലൊക്കെ കാണൂലേ ആ ഒരു ടൈപ്പ് സാധനം അല്ലേ. പിന്നെ പൊന്നോ രക്ഷയില്ല. എന്താ സംഭവം, കൂട്ടാതെ വീഡിയോ ക്യാമറയിൽ പോകുന്നു ഭയങ്കര അതെന്താ വെൺമണികല ചോടും വെണ്ണിൻ ചാരുതയിൽ പൂഞ്ചിറകുകൾ നേടി വാനിൻ അതിരുകൾ തേടി പറന്നേറുന്നു മനം മറന്നാടുന്നു സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും അറിയാതെ അറിയാതെ അമൃത സരസിൻ കരയിൽ പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും. ഭയങ്കര കാറ്റല്ലേ. നമ്മൾ അങ്ങനെ പാഞ്ചാലിമേടൊക്കെ കണ്ട് ഇറങ്ങിയിട്ട. പിന്നെ നമ്മൾ ഇങ്ങോട്ടും കയറുന്നില്ല എന്ന് വെച്ചിട്ടാണ് വരുന്നത്. എന്താ വെച്ചാൽ പിന്നെ അപ്പോഴേക്കും മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടാ. ഒരു ഉച്ച വരെ നമുക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ആ മഴയൊക്കെ വന്നു. അപ്പം നമ്മൾ ഈ വഴിയാണെങ്കിൽ അധികം വീതിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായോണ്ടിരിക്കുകയാണ് ദൈവത്തിനൊക്കെ വിളിച്ചിട്ടിരുന്നായിരുന്നത്. പിന്നെ നമ്മൾ പോണ വഴി കുറച്ച് താറാവ് കൂട്ടങ്ങളൊക്കെ കണ്ടുട്ട് എന്ത് ഭംഗിയായിരുന്നു അല്ലേ അല്ല ഏട്ടാ. നല്ല രസം. ഫസ്റ്റ് ടൈം ഞങ്ങൾ ഇത്രയും ഇങ്ങനെ കണ്ടിട്ടില്ല ഏട്ടാ. ആ താറാവ് കൂട്ടങ്ങൾ പോണ കാണാൻ എന്തൊരു ഭംഗിയാ. എത്ര എണ്ണാലേ താറാവുകൾ കുറേ ഉണ്ട് കേട്ടാ. അടിപൊളിയായിരുന്നു ആ കാഴ്ച. ഞങ്ങൾ കുറച്ചേരം വണ്ടിയൊക്കെ നിർത്തി നോക്കിയിരുന്നു. പിന്നെ നമ്മൾ ലുല്ലുവിൻ്റെ അവിടെ എത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ലുല്ലുവിൽ കയറിയതാണ് കേട്ടോ. അപ്പം നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് അങ്ങനെ വലിയ നല്ല ഹോട്ടലൊന്നും തോന്നിയില്ല. അപ്പം ഞങ്ങളിതാ അപ്പോഴാണ് ഒരാളെ കണ്ടത്, നമ്മുടെ കേന്ദ്രമന്ത്രി ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളത്തെ ആഗ്രഹങ്ങളാണല്ലോ നമുക്ക് സിനിമ കാണുമ്പോൾ. ഇവരിനൊക്കെ കാണണം, അങ്ങനെ കാണാൻ പറ്റി. അതിൽ ഭയങ്കര സന്തോഷം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.